ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ദൈവം തമ്പുരാൻ്റെ വലിയ കരുണയാലും കൃപയാലും 2016 ആണ്ട് ഡിസംബർ മാസത്തിലെ ഒരു ക്രിസ്മസ് കാലം കൂടെ കാണുവാൻ, ആ വലിയ സന്തോഷത്തിൽ പങ്കുകാരായിത്തീരുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അവസരത്തിനായി ആദ്യമായി ദൈവത്തിന് 1000 സ്തുതി അർപ്പിക്കട്ടെ. ഷാലോം TV-യുടെ പുറപ്പാട് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. ലോകരക്ഷകനായി ഉദയം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും സന്തോഷം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ കാലാകാലങ്ങളിൽ അനേകരെ ദൈവം ആകർഷിച്ചിട്ടുണ്ട്. ലോകം വിഭാവന ചെയ്യുമ്പോൾ തന്നെ ലോകത്തിൻ്റെ സമ്പൂർണ്ണതയാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം അതിലൂടെ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വകരമായ ലോകദർശനത്തെ കാണുന്നതിനായിട്ട് സാധിക്കും. ആദ്യം മുതൽ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ ആഴമുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നതിൽ അനേകർ ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ പങ്കുകാരായി തീർന്നതിനെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് മാലാഖമാർ ദൈവത്തിൻ്റെ മഹത്വകരമായ രക്ഷണ്യ സന്ദേശം ലോകത്തിന് നൽകുവാൻ ദൈവം തൻ്റെ പദ്ധതി ലോകത്തിൽ നടപ്പിലാക്കിയപ്പോൾ പാടിയ ഗാനമാണ്. വലിയവനായ ദൈവം മനുഷ്യനായി തീർന്ന വലിയ ചരിത്രം, വലിയ സത്യം. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ രക്ഷണ്യ സന്ദേശത്തിൽ അനേകരെ ദൈവം പങ്കുകാരാക്കി തീർക്കുകയാണ്. ക്രിസ്മസ് പലപ്പോഴും ആഘോഷങ്ങളുടെ ഒരു ഭാഗമായി തീർന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴവും അർത്ഥവും പലർക്കും ഗ്രഹിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും ആ വിധത്തിൽ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനും സാധിക്കാതെ പോകുന്നത് വളരെയധികം പ്രയാസകരമായ സംഗതിയാണ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം, അത് ക്രിസ്മസിൻ്റെ മറ്റൊരു സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ഈ രക്ഷണ്യ സന്ദേശം ലോകത്തോട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായ ദൂതൻ മുഖാന്തരം അറിയിക്കുമ്പോൾ, ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അറിയിക്കുമ്പോൾ മുഴുവൻ ജനതയും ദൈവത്തിങ്കിലേക്കും അവൻ്റെ രക്ഷാപദ്ധതിയിലേക്കും ആകർഷിക്കപ്പെടുവാനുള്ള ക്രമീകരണങ്ങളാണ്. യേശുക്രിസ്തു ഉദയം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിന് വിശുദ്ധ ആലയത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. വിശുദ്ധ കന്യകമറിയമിനെ ഈ രക്ഷണ്യ പദ്ധതിയിലേക്ക് ദൈവം കണ്ടെത്തുമ്പോൾ ദൂതൻ കന്യകമറിയത്തോട് സംസാരിക്കുന്നതും, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിൻ്റെ സാന്നിധ്യം, കൃപ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള സദ്വാർത്തയാണ്. ജോസഫിനെ ഒരു കുഞ്ഞിൻ്റെ പിതാവായി തിരഞ്ഞെടുക്കുമ്പോൾ ആ വലിയ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയിലൂടെ ഈ രക്ഷകൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും വളർത്തിയെടുക്കുവാൻ ഉൾപ്പെടുത്തുമ്പോൾ വളരെ ശക്തമായി ജോസഫിനോട് പറയുന്ന ദൂതും, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ രക്ഷണ്യ പദ്ധതിയുടെ ഓരോ തലങ്ങളും നാം ശ്രദ്ധിച്ചാൽ
ദൈവത്തിൻ്റെ ക്രമീകൃതമായിരിക്കുന്ന പദ്ധതിയെ കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതി സമ്പൂർണ്ണമായി തീരുന്നത് അവൻ്റെ മനസ്സിലുള്ള എല്ലാ ക്രമീകരണങ്ങളിൽ മാത്രമല്ല, അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരിലൂടെയാണ് ഈ രക്ഷണ്യ പദ്ധതി നടപ്പിലാകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദുബൈ മാർത്തോമ ഇടവകയുടെ ഗായക സംഘത്തിൻ്റെ ഗാനങ്ങളുടെ കൂടെ ഈ സന്ദേശം ലോകത്തോട് അറിയിക്കുമ്പോൾ നൽകുവാനുള്ള ഒന്ന് രണ്ട് പ്രധാന സന്ദേശം എന്താണ് ക്രിസ്മസ്? വാട്ട് ഈസ് ക്രിസ്മസ്? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ്? പലപ്പോഴും ആഘോഷങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മധ്യത്തിലും ക്രിസ്മസിൻ്റെ ആഴവും അർത്ഥവും നാം ഉൾക്കൊള്ളാതെ കാലങ്ങളെ തള്ളി നീക്കി ജീവിതം പാഴാക്കി പോകുന്ന അനുഭവങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ക്രിസ്മസ് ദൈവവേദനയിലെ പങ്കാളിത്തമാണ്. വിശുദ്ധ കന്യാമറിയത്തോടും യൗസേഫ് പിതാവിനോടും സക്കറിയാവിനോടും എലിസബത്തിനോടും ഒക്കെ ദൂത് നൽകുന്ന അവസരത്തിൽ തങ്ങളുടേതല്ലാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഒരു യൗസേഫ് പിതാവിനെ ദൈവം തമ്പുരാൻ ആകർഷിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത താളം തെറ്റിപ്പോകാതെ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകമായ ജീവിതത്തിൻ്റെ സാധ്യത നഷ്ടപ്പെടുമോ എന്ന് ആകുലപ്പെടുന്ന വിശുദ്ധ കന്യകമറിയം ജീവിതത്തിൽ ഇനിയും ആശയ്ക്ക് വകയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ സക്കറിയാവിനെയും എലിസബത്ത് ദമ്പതികളെയും ആശ്ലേഷിച്ച് ധൈര്യപ്പെടുന്ന ദൈവസാന്നിധ്യം, ഇതെല്ലാം അവർ ശിരസാ വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള വേദനയിലെ പങ്കാളിത്തമാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ദ ജോയ് ഓഫ് ക്രിസ്മസ് ത്രൂ ദി പെയിൻ എന്നത് വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. ഏതൊരു സന്തോഷവും ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്, ഒരു നൊമ്പരമുണ്ട്. ക്രിസ്മസ് നമ്മൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ദൈവവേദനയിലെ പങ്കാളിത്തത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിലൂടെയാണ്, തലയെ കുനിക്കുന്നതിലൂടെയാണ്, ജീവിതത്തെ ഭരമേൽപ്പിക്കുന്നതിലൂടെയാണ്, ഉള്ള അവസ്ഥയെ തുറക്കുന്നതിലൂടെയാണ്. തമ്പുരാന് വേണ്ടി ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നാലും അതിനെ സ്വീകരിപ്പാനുള്ള ഒരു തുറന്ന മനസ്സ് നൽകുന്നതിലൂടെയാണ്. വിശാലമായ ഒരു സംഭവം അതിൽ നമുക്ക് നൽകുകയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, അതിനോട് ചേർന്ന് നമുക്ക് ഈ ക്രിസ്മസ് കാലയളവിൽ പങ്കുവയ്ക്കുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ അനുഭവങ്ങളുടെ പിന്നിൽ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതം പലപ്പോഴും അന്ധകാരത്തിലായി പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടു എന്ന് വിഷമിച്ച് നട്ടം തിരിയുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും. മനുഷ്യർ ഇന്ന് മുൻപിലേക്ക് പോകുവാൻ അറയ്ക്കുകയും വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന കാലങ്ങളാണ്. ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം കൂരിരുളിനെയല്ല മനുഷ്യർക്ക് ഇന്ന് ഭയം. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ മനുഷ്യൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ഭയപ്പെടുന്നതിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും അല്പ നിമിഷങ്ങളിലെ ധാരണപ്പിശകളിലും ആശയക്കുഴപ്പങ്ങളിലും സംഘർഷാവസ്ഥകളിലും എന്നേക്കുമായി മരണം വഴിയായി മാറ്റപ്പെടുകയാണ്. എന്നാൽ അങ്ങനെയുള്ള സർവ്വജനത്തോടും ആകുലപ്പെടുന്ന സകല ജനത്തോടും ചുവടുവെക്കുവാൻ കഴിവില്ലാതിരിക്കുന്ന, ബന്ധപ്പെടുന്ന, ഭാരപ്പെടുന്ന, സംഘർഷം അനുഭവിക്കുന്ന മുഴുവൻ ജനതയോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം അടിവരയിട്ട് പറയുന്നത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ, നിങ്ങളുടെ ഹൃദയം ഭയപ്പെടരുത്, കലങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണിത്. അത് മനസ്സുകളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ അകത്തളങ്ങളിലേക്ക് ഈ ജീവൻ്റെ സാധ്യതയെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ഭയത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ആകുലതകളുടെ മധ്യത്തിൽ ഒരു കാരണവശാലും ജീവിതം ഇല്ലായ്മ ചെയ്യുവാനായിട്ടല്ല, അതിനെ അഭിമുഖീകരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നമുക്ക് നൽകുന്ന സന്തോഷം, നമുക്ക് നൽകുന്ന സന്ദേശം സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഈ വാക്കുകൾ നമ്മൾ ഓരോ വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ ആവർത്തിച്ച് ധ്യാനിക്കുന്നുവെങ്കിലും അത് ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ്. ഹൃദയത്തിന് സന്തോഷം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ പ്രമാണം ക്രിസ്തു മുഖാന്തരം ഉൾക്കൊള്ളുന്നതിലൂടെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം നാം ശ്രദ്ധിക്കുമ്പോൾ, ഈ ഗാനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, ഈ ദൂതുകളുടെ ആഴവും അർത്ഥവും നാം ശ്രദ്ധിക്കുമ്പോൾ അത് ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്ന തലങ്ങളിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരണം. വാനവീതിയിൽ ഉയർന്നൊരു ഗീതം, വിണ്ണിൻ സംഗീതം. മണ്ണായിരുന്ന നമ്മെ വിണ്ണാക്കി തീർക്കുവാൻ വിണ്ണായവൻ മണ്ണിൽ വന്നു, മണ്ണായ നമ്മെ വിണ്ണാക്കി തീർത്തു. ഉന്നതനായ ദൈവം ഏറ്റവും താണുപോയവരെ
തന്നോളം ഉയർത്തുവാൻ ഉന്നതമായ ഇടങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം, അവാച്യമായ സ്നേഹം, അവർണ്ണനീയമായ സ്നേഹം, അനന്തമായ സ്നേഹം, അനർഗളമായ സ്നേഹം എത്ര വർണ്ണിക്കുവാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോ ഗാനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗീയമായ ഗാനാലാപനവും
മുഴങ്ങിക്കേട്ട ആ രാവിൽ സ്വർഗം തുറന്നു, ഭൂമിയിൽ രക്ഷകൻ്റെ പിറവി ആഗതമായി. മാലാഖമാർ ചേർന്നു പാടി, സ്വർഗം തുറന്നു, ഭൂമിയിൽ രക്ഷകൻ്റെ പിറവി ആഗതമായി. സ്വർഗം തുറന്നു, സ്വപ്നം വീടുന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗം തുറന്നു, സ്വപ്നം വീടുന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗീയനാഥൻ പൂജാതനായി, സ്വർഗീയ ദൂതൻ താരാട്ടുപാടി, സ്വരരാഗ സംഗീതം ധ്വനിയായി ലയമായി വിണ്ണിൽ രാവിൽ. സ്വർഗം തുറന്നു, സ്വപ്നം വീടുന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗീയഗാനം ആട്ടിടയർ കേട്ടു, സന്തോഷചിത്തരായി ഓടി കൂടി. സ്വർഗീയഗാനം ആട്ടിടയർ കേട്ടു, സന്തോഷചിത്തരായി ഓടി
miracle has touched the earth through the birth of Jesus Christ. So let us all celebrate the joy of salvation and sing to the glory of God. Celebrate, 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 commanding the bells and celebrate, celebrate, celebrate now. Celebrate the wonder, celebrate the joy. What miracle has touched the world from the hand of this small boy? On Christmas Day the bells shall ring. and all the souls on earth shall sing. Celebrate the wonder, celebrate the joy. Welcome to the celebration, sing with joy the Savior's birth. To all men God's revelation, peace and goodwill to the earth. Welcome to the jubilation, Christ the Lord has come this day. With his love for all creation, join on the angels and sing. Celebrate the wonder, celebrate the joy. What miracle has touched the world from the hand of this small boy? On Christmas Day the bells shall ring. And all the souls on earth shall sing. Celebrate the wonder, celebrate the joy. Celebrate, Celebrate, come and ring the bells and celebrate. celebrate, Celebrate now, celebrate now. Celebrate the wonder, celebrate the joy. What miracle has touched the world from the hand of this small boy? On Christmas Day the bells shall ring, and all the souls on earth shall sing. Celebrate the wonder, celebrate the wonder, celebrate the joy. കുഞ്ഞുങ്ങളെയും ഈ ഗായക സംഘത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ഷാലോം ടിവിയുടെ പുറപ്പാട് എന്ന് പറയുന്ന ഈ വലിയ സംരംഭത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇടവകയായിട്ടുള്ള ആശംസകളും അനുമോദനങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും പുതിയ വർഷ അനുമോദനങ്ങളും. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.